ഇറാനെതിരെ യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദത്തിന് മറുപടിയുമായി ഇറാൻ. യുദ്ധത്തിൻ്റെ അവസാനം ട്രംപല്ല, തങ്ങൾ നിർണ്ണയിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിരിച്ചടിച്ചു. USഉം ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം തുടർന്നാൽ മേഖലയിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി നടത്താൻ അനുവദിക്കില്ലെന്നും IRGC വക്താവ് അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുമെന്നും കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ കപ്പലുകൾ കടക്കുന്നത് ചെറുക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇറാൻ വിഷയത്തിൽ ട്രംപിൻ്റെ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയുമായിരുന്നു. ഇറാനെതിരായ യുദ്ധം ഏറെക്കുറെ പൂർത്തിയായെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. യുദ്ധം ഏകദേശം പൂർത്തിയായെന്ന് ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിൽ ഈ പരാമർശം ആവർത്തിച്ചില്ല. പകരം യുദ്ധം തുടരുമെന്നായിരുന്നു ട്രംപിൻ്റെ പരാമർശം. ഇറാൻ്റെ സൈനിക ശേഷിയെ തകർത്തുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാന് നാവികസേനയില്ല, ആശയവിനിമയ സൗകര്യങ്ങളില്ല, വ്യോമസേനയില്ല, അവരുടെ മിസൈലുകൾ ചിതറിത്തെറിച്ചു, ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണെന്നും കപ്പലുകൾ കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്ക് US ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. എണ്ണവില കുറയ്ക്കാൻ ചില രാജ്യങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കുന്നത് ആലോചനയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതിനൊപ്പമായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി ഇറാൻ തന്നെ നേരിട്ട് രംഗത്തെത്തുന്നത്.